ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു പെരുന്നാൾ സ്നാക്ക് ഉണ്ടാക്കിയാലോ. അത് മുട്ട വെച്ച്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് പുഴുങ്ങാനായി വയ്ക്കുക. അടിപൊളി ടേസ്റ്റുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇത്. എപ്പോഴും വേണമെങ്കിലും വൈകുന്നേരം ഈവനിങ് സ്നാക്സായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണിത്. അപ്പം ഞാനിവിടെ 5 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അതുപോലെ നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം. അങ്ങനെ മുട്ടയൊക്കെ വെന്തു തണുത്തതിന് ശേഷം ഞാനതിൻ്റെ ഓടൊക്കെ കളഞ്ഞു വെക്കുവാണ്. ഈസി ആയിട്ട് അതിൻ്റെ തോട് പൊളിക്കാനും പറ്റും. അങ്ങനെ ഞാൻ മുഴുവൻ ഇവിടെ തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മസാല തയ്യാറാക്കാം. ഞാനൊരു ബൗളെടുത്തു. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഞാൻ ഇടുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കുറച്ച് ഉപ്പ്. ഞാനിവിടെ റോസ് കളർ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഞങ്ങളിവിടെ വാങ്ങിച്ചിട്ടുള്ള ഉപ്പാണിത്. ഇതാണ് ആ ഉപ്പ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ആദ്യം സ്പൂൺ കൊണ്ട് ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കൈകൊണ്ട് തന്നെയാണ് നന്നായി മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലോട്ടേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഓരോ മുട്ടയും എടുത്തിട്ട് അതിനിങ്ങനെ വരഞ്ഞ് കൊടുക്കണം. ഒരു കത്തി എടുത്തിട്ട് അങ്ങനെ നന്നായി നമ്മുടെ മസാല തയ്യാറായി. ഇനി നമുക്ക് ഓരോ മുട്ട എടുത്തിട്ട് അതിന് കത്തീനെ കൊണ്ട് ഇങ്ങനെ വരയിട്ട് കൊടുക്കണേ. ആ വരയിടുമ്പം കുറച്ച് കൂടുതലാവർ എന്ന് വെച്ചെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പോകും. ചെറുങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി. ഇതുപോലെ മുഴുവൻ മുട്ടയും ആക്കിയെടുത്തിട്ട് നമുക്ക് നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും വെക്കണേ. എൻ്റെ ഒരു മുട്ട പൊട്ടിപ്പോയി, കുറച്ച് നല്ലോണം മുറിഞ്ഞു പോയതുകൊണ്ടാണ്. ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഇനി ഇങ്ങനെ നന്നായി മസാല പുരട്ടി നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വെക്കുക. അങ്ങനെ 5 മുട്ടയും അതുപോലെ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ 1 മണിക്കൂർ നേരത്തെ പുരട്ടി മസാല തേച്ച് വെച്ച മുട്ടയെടുത്ത് ഓരോന്നായിട്ട് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വേണം വെക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ഇളക്കണ്ട. സ്പൂൺ വെച്ചിട്ട് ഇളക്കുമ്പം ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ പാനിൻ്റെ
വാല് പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി കൊടുത്താൽ മതി. 2 സ്പൂൺ വയ്ക്കുമ്പോൾ അത് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുലുക്കി കൊടുത്താൽ മതി. ഇതുപോലെ. അപ്പോൾ എല്ലാ മസാലയും അതിന് തന്നെ പിടിച്ച് കിട്ടും. അങ്ങനെ നമ്മുടെ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇതൊരു പെരുന്നാൾ സ്നാക്കായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.